ധർമ്മ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ എനി അതർ ബോൺ. ധർമ്മം മാത്രമേ എപ്പോഴും നിലനിൽക്കുള്ളൂ. അധർമ്മത്തിനെതിരായ ഭഗവാന്റെ പോരാട്ടങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. ഇന്ന് കർക്കിടക മാസം ആരംഭമാണ്. അപ്പോൾ വളരെ ഐശ്വര്യമായി നമ്മുടെ തിരുവമ്പാടി അമ്പലത്തിലേക്കുള്ള യാത്രയാണ്. എളമ്പേച്ചിയിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ വീട്ടിൻ്റെയൊക്കെ വളരെ അടുത്താണ്. രാവിലെ പോയി ഞാനും ഭാര്യയും കൂടെ പോയി. നേരിയ ഒരു മഴയുണ്ടായിരുന്നു. അമ്പലത്തിന് മുന്നിൽ നിന്ന് കാലൊക്കെ കഴുകി. മുന്നിൽ തന്നെ ഒരു ശ്രീരാമൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ട് നേരെ ഉള്ളിലേക്ക് പോയി. നേരിട്ട് ഈ കാണുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അമ്പലമാണ്. അത് കഴിഞ്ഞ് ആദ്യം നമ്മൾ പോകേണ്ടത് അവിടെ തൊഴുത് നേരെ ഗണപതിയുടെ അടുത്തേക്കാണ് പോയത്. നല്ല മഴ പാറുന്നുണ്ട് കേട്ടോ. കാണാൻ നിങ്ങൾക്ക് പ്രകൃതിയൊക്കെ കുളിച്ചിരിക്കുകയാണ് വെള്ളത്തിൽ. നല്ല വഴുക്കലുണ്ട്. വളരെ ശ്രദ്ധിച്ചാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ വിഘ്നേശ്വരനെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് വിഘ്നേശ്വരൻ്റെ മുന്നിൽ നിന്ന് തിരിക്കുറി എടുത്ത് തൊട്ട് പ്രദക്ഷിണം വച്ച് നമ്മൾ അമ്പലത്തിൻ്റെ സൈഡിലേക്ക് കൂടി പോവുകയാണ്. പോകുമ്പോൾ വളരെ വിഷമകരമായൊരു കാഴ്ച. വളരെ വർഷങ്ങളായി നിലനിന്ന ഒരു ആൽ ഇന്നലത്തെ മഴയിൽ അരയാൽ കടപുഴകി വീണു. ആ കാഴ്ചയാണ് വളരെ ഹൃദയഭേദകമായ കാഴ്ചയാണ്. ഭാഗ്യം രാത്രി ആയതുകൊണ്ട് ആർക്കൊന്നും പറ്റിയില്ല. അപ്പോൾ ആ കാഴ്ച അതിൻ്റെ തൊട്ടടുത്ത അയ്യപ്പ ഭജനമഠമാണ്. അതിൻ്റെ മുകളിലേക്കൊന്നും വീഴാത്തതുകൊണ്ട് വളരെ ആൾക്കാർക്കൊന്നും പറ്റിയില്ല. വളരെ സന്തോഷമുണ്ട് ആ കാര്യത്തിൽ. രാത്രി ആയതുകൊണ്ട് അത്ര നല്ല മഴയായിരുന്നു ഈ പ്രദേശത്തൊക്കെ. അപ്പോൾ അത് കണ്ട് നമ്മൾ പ്രദക്ഷിണം വെച്ച് പോവുകയാണ്. മണിക്കിണറാണ് ഈ കാണുന്നത്. അരികിലൂടെ പോവുകയാണ്. മഴയൊക്കെ നല്ല ശക്തിയായി തന്നെ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ മണിക്കിണർ കഴിഞ്ഞ് വളരെ പതുക്കെ ശ്രദ്ധിച്ചാണ് നമ്മൾ പോകുന്നത്. ഇനി നമ്മൾ പോകാൻ പോകുന്നത് അയ്യപ്പൻ്റെ അടുത്തേക്കാണ്. അയ്യപ്പ ഭഗവാനെ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഇന്ന് രാമായണം ആരംഭിക്കുന്നതുകൊണ്ട് ഇന്നിവിടെ രാമായണ പാരായണവും അതിൻ്റെ ഉദ്ഘാടനവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടുന്നുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ അയ്യപ്പനെ ദർശിക്കാൻ വേണ്ടി ഉള്ളിലോട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ ഒരു കെടാവിളക്ക് ഉണ്ട്. വളരെ പ്രസിദ്ധമാണ് തിരുവമ്പാടി ക്ഷേത്രത്തിൽ ഈ കെടാവിളക്ക്. അപ്പം മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ നമുക്ക് എന്തും തരുന്ന വരദായകനാണ് ശ്രീ അയ്യപ്പൻ. അങ്ങനെ എല്ലാവർക്കും വേണ്ടി നന്മകൾ നേരുന്നതിന് വേണ്ടി ഈ കെടാവിളക്കിൽ എണ്ണ ഒഴിച്ച് പ്രാർത്ഥിച്ചു. അയ്യപ്പനെ വളരെ മനസ്സിൽ വളരെ ഭക്തിയോടെ പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾക്കിനി പോകാനുള്ളത് പ്രദക്ഷിണം വെച്ച് ഞങ്ങൾക്ക് ശിവൻ്റെ അമ്പലത്തിലേക്കാണ് നമ്മൾക്ക് പോകേണ്ടത്. അങ്ങനെ പ്രദക്ഷിണം വെച്ച് ഈ ശാസ്താവിൻ്റെ അമ്പലത്തിൽ കൂടി തന്നെ ചെറിയൊരു വാതിലുണ്ട്. അപ്പോൾ അതുവഴി നമുക്ക് നേരിട്ട് നമുക്ക് നടന്ന് ശിവൻ്റെ അമ്പലത്തിലേക്ക് പോകും. ഇതാണ് ശിവൻ്റെ അമ്പലം. മുന്നിലായി ഒരു കൽവിളക്കുണ്ട്. അങ്ങനെ ശിവനെ പ്രാർത്ഥിച്ച് വളരെ ശക്തിയുള്ള ദൈവമാണ് തിരുവമ്പാടി ക്ഷേത്രത്തിലെ ശിവഭഗവാനെ പ്രാർത്ഥിച്ച് നമ്മൾ നേരിട്ട് നമ്മുടെ കൃഷ്ണൻ്റെ അമ്പലത്തിലേക്കാണ് പിന്നെ പോയത്. അവിടെ വീഡിയോ എടുക്കാനുള്ള അനുവാദം ഇല്ലാത്തതുകൊണ്ട് കൂടുതൽ എടുത്തിട്ടില്ല.